അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. നിപുണനായ കൊല്ലപ്പണിക്കാരനായിരുന്നു ഉമ്മു അൻമാറിൻ്റെ അടിമയായിരുന്ന ഖബ്ബാബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു. മക്കയിലെ കച്ചവടക്കാർക്കും യോദ്ധാക്കൾക്കും വാളുണ്ടാക്കി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ. ഒരു ദിവസം ഒരു ഖുറൈശി സംഘം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് ചെന്നു. പതിവിന് വിപരീതമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അവർ അല്പനേരം കാത്തിരുന്നു. അധികം താമസിയാതെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നു. ആഗതരെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം അവരുമായി ജോലി സ്ഥലത്ത് കടന്നിരുന്നു. ഖബ്ബാബേ, ഞങ്ങൾ ഏൽപ്പിച്ച വാളിൻ്റെ പണി തീർന്നിട്ടുണ്ടോ? വന്നവരിൽ ഒരാൾ ചോദിച്ചു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ പറഞ്ഞു, മനുഷ്യൻ്റെ കാര്യം അത്ഭുതം തന്നെ. വന്നയാൾ ചോദിച്ചു, മനുഷ്യ, എന്ത് കാര്യം താങ്കൾ പറയുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ ഏൽപ്പിച്ച വാളെവിടെ? അത് പണി തീർന്നിട്ടുണ്ടോ? ഖബ്ബാബ് നിസ്സംഗഭാവത്തിൽ തല ഉയർത്തി ആഗതരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ അദ്ദേഹത്തെ കാണാറില്ലേ? അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കാറില്ലേ? ആഗതര് അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഒരാൾ പരിഹാസ സ്വരത്തിൽ ഖബ്ബാബിനോട് ചോദിച്ചു, നീ അദ്ദേഹത്തെ കാണാറുണ്ടോ? ഖബ്ബാബ് പറഞ്ഞു, ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പന്നയാൾ പറഞ്ഞു, നീ പറയുന്ന ആളെ തന്നെ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കാറുണ്ട്. ആ വായിലൂടെ സത്യം ഒഴുകി വരുന്നു. അത് ദൈവവചനങ്ങൾ തന്നെയാണ്. വന്നവർക്ക് കാര്യം മനസ്സിലായി. കോപാന്തരായിക്കൊണ്ട് ഒരാൾ അട്ടഹസിച്ചു, ആരെക്കുറിച്ചാണെടാ നീ പറയുന്നത്? ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗാംഭീര്യത്തോടെ ഖബ്ബാബ് ശാന്തനായി പറഞ്ഞു, ആരെക്കുറിച്ചെന്നോ? ആ മഹാനായ മനുഷ്യനെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് പറയാനാണ്? അവിടെ നിന്നും സത്യം പുറത്തേക്ക് വരുന്നു, പ്രകാശം ജ്വലിക്കുന്നു. അതെ, അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അദ്ദേഹം നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. പിന്നീട് അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്ന് ഖബ്ബാബിന് അറിഞ്ഞുകൂടാ. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വന്നവർ സ്ഥലം വിട്ടിരുന്നു. ശരീരവും വസ്ത്രവും രക്തത്തിൽ കുളിച്ചിരുന്നു. ദേഹമാസകലം ചതഞ്ഞരഞ്ഞ വേദന തോന്നുന്നുണ്ടായിരുന്നു. ഖബ്ബാബ് ഒരു വിധത്തിൽ വേച്ച് തൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറി. മുറിവുകളിൽ നിന്ന് രക്തം തുടച്ച് ശീല വെച്ച് കെട്ടി. അന്നു മുതൽ അദ്ദേഹം മർദ്ദിതരും പീഡിതരുമായ സ്വഹാബിമാരുടെ മുമ്പന്തിയിൽ നിലയുറപ്പിച്ചു. ബഹുദൈവാരാധനയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും മരണമണി മുഴക്കിക്കൊണ്ടിരുന്നു. അതിനുവേണ്ടി ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലുപരി മർദ്ദനങ്ങൾ അദ്ദേഹം സഹിക്കുകയും ചെയ്തു. ശബീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വളരെയധികം സഹിച്ചു. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തിന് ഒട്ടും ദയ ലഭിച്ചില്ല. അവർ അദ്ദേഹത്തിൻ്റെ നഗ്നമായ പുറത്ത്
ചുട്ടുപഴുത്ത കല്ലുകൾ കയറ്റി വെച്ചു. അദ്ദേഹത്തിൻ്റെ മാംസം കരിഞ്ഞു പോയിരുന്നു. ഖബാബ് സഹിച്ച യാതനകൾ ഭയാനകമായിരുന്നു. പക്ഷേ അതിനെ കവച്ചു വെക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹിക്കാനുള്ള ശക്തി. വാളുണ്ടാക്കാൻ തൻ്റെ വീട്ടിൽ ഒരുക്കി വെച്ച ഇരുമ്പ് സാധനങ്ങൾ പോലും അവർ ഖബാബിനെതിരെ ആയുധമായി പ്രയോഗിച്ചു. അവ ചുട്ടുപഴുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളും പാദങ്ങളും പൊള്ളിച്ചു. മുസ്ലിമായതുകൊണ്ട് ത്യാഗവും യാതനവും അനുഭവിക്കുന്ന തൻ്റെ നിസ്സഹായരും ദുർബലരുമായ സഹോദരന്മാരുമൊത്ത് അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ സമീപിച്ച് ഇങ്ങനെ സങ്കടപ്പെടുകയുണ്ടായി: നബിയെ, അവിടുന്ന് ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ. എത്രമാത്രം കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം ഒരു പുതപ്പ് പുതച്ച് കഅബയുടെ തണലിൽ ഇരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ അവിടുത്തെ മുഖം ചുവന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ മുൻഗാമികൾ സത്യവിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രമാത്രമായിരുന്നുവെന്ന് അറിയാമോ? ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി വിശ്വാസിയെ പിടിച്ച് അതിൽ കിടത്തി ഈർച്ചവാള് തലയിൽ വെച്ച് ദേഹം രണ്ടാക്കി പിളർത്തും. എന്നിട്ടും അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം എല്ലിൽ നിന്ന് ചീകി വേർപ്പെടുത്തിയിട്ടും അവർ പതറിയില്ല. സന്നായിൽ നിന്ന് ഹദർമൗത്തിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരന് അള്ളാഹുവിനെയും അവൻ്റെ ആടുകൾക്ക് ചെന്നായെയും അല്ലാതെ ഒട്ടും ഭയപ്പെടാനില്ലാതാകുമാറ് അള്ളാഹു ഈ മതത്തെ പരിപൂർണ വിജയത്തിലെത്തിക്കും. പക്ഷേ നിങ്ങൾ ധൃതിപ്പെടാനായിട്ടില്ല. ഖബാബ് റളിയല്ലാഹു അൻഹുവിനും കൂട്ടുകാർക്കും ഇത് കേട്ടപ്പോൾ മനക്കരുത്തും ദൗർഢ്യവും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിനും റസൂലിനും ഞങ്ങളോട് കൂടുതൽ സന്തുഷ്ടി ഉണ്ടാകുന്ന വിധത്തിൽ പരീക്ഷണഘട്ടത്തിൽ തീക്ഷ്ണമായ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും മാതൃക രചിക്കണമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. ഖബാബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ക്ഷമയോടും ദൃഢതയോടും കൂടി കൂടുതൽ ഭീകരമായ അക്രമങ്ങൾക്ക് വിധേയനായി. ഖുറൈശികൾ ഉമ്മു അൻമാറിനെ സമീപിച്ച് തൻ്റെ അടിമയായ ഖബാബിനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്നു മുതൽ ആ സ്ത്രീ ഖബാബിനെ നിർദ്ദയം മർദ്ദിക്കാൻ തുടങ്ങി. ക്രൂരയായ അവർ കമ്പി വഴുപ്പിച്ച് ഖബാബിന്റെ നെറുകയിൽ വെച്ചു. അദ്ദേഹം വേദന കടിച്ചിറക്കി. ശത്രുവിന്റെ മുന്നിൽ അസ്വസ്ഥത പോലും പ്രകടിപ്പിച്ചില്ല. ഖബാബിനെ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശ്യം. വേദനാജനകമായ ആ കാഴ്ച ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിൽ കാണുകയുണ്ടായി. തനിക്കെന്ത് ചെയ്യാൻ കഴിയും? ദുഃഖം കൊണ്ട് ആ ഹൃദയം അണപൊട്ടി. കപോലങ്ങളിലൂടെ കണ്ണുനീർ ഉതിർന്നു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കരങ്ങളും ഉയർത്തി തേങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു: നാഥാ, നീ ഖബാബിനെ സഹായിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞില്ല, ഉമ്മു അൻമാറിന് മാരകമായ ഒരു അപൂർവ രോഗം പിടിപെട്ടു. പേയിളകിയ പട്ടിയെ പോലെ അവൾ പൊറുതിമുട്ടി ഓടിക്കൊണ്ടിരുന്നു. വൈദ്യന്മാർ ആ രോഗത്തിന് നിർദ്ദേശിച്ച ചികിത്സ അത്ഭുതകരവും ഭയാനകവുമായിരുന്നു. രാവിലെയും വൈകുന്നേരവും ഇടവിടാതെ കമ്പി പഴുപ്പിച്ച് തലയ്ക്ക് ചൂട് വെക്കാനായിരുന്നു അവർ നിർദ്ദേശിച്ചത്. ഖബാബിനോട് ആ സ്ത്രീ ചെയ്ത ക്രൂരതയ്ക്ക് അങ്ങനെ അള്ളാഹു ശിക്ഷ നൽകി. ഖുറൈശികൾ സത്യവിശ്വാസത്തെ അക്രമം കൊണ്ട് എതിരിടാൻ തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങൾക്ക് സഹനം കൊണ്ട് അക്രമത്തെ ചെറുത്തു നിന്നു. മുസ്ലിങ്ങൾ സഹനം കൊണ്ടാണ് അക്രമത്തെ ചെറുത്തു നിന്നത്. കൂടുതൽ അക്രമത്തിന് വിധേയരായത് ഖബാബിനെ പോലെയുള്ള ദുർബല വിഭാഗക്കാരായിരുന്നു. യാതനയുടെ നെരിപ്പോടിൽ നീറിയെരിയുമ്പോഴും ഖബാബ് റളിയല്ലാഹു അൻഹുവിന്റെ സേവന പരിധി വിശാലമായിരുന്നു. ഖുറൈശികളെ ഭയന്ന് വിശ്വാസവും രഹസ്യവുമായി സൂക്ഷിച്ച മുസ്ലിങ്ങളുടെ ഗ്രഹങ്ങളിൽ അദ്ദേഹം കൂടെ കയറിയിറങ്ങി. അവർക്ക് ഖുർആൻ സൂക്തങ്ങൾ ഓതിപ്പഠിപ്പിച്ചും അവരെ ഉപദേശിച്ചും കൊണ്ടിരുന്നു. സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവ് സയ്യിദും പുതിയ മതം ആശ്ലേഷിച്ച വിവരമറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കോപാന്തനായി അവരുടെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഫാത്തിമയ്ക്കും സയ്യിദിനും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് ഖബാബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലുണ്ടായിരുന്നു. ഖുർആന്റെ വശ്യശക്തിയിൽ ആകൃഷ്ടനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അർക്കമിന്റെ വീട്ടിലേക്ക് വഴി കാണിച്ചത് ഖബാബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖബാബ് റളിയല്ലാഹു അൻഹു എല്ലാ വിപൽഘട്ടത്തിലും യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പങ്കെടുത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഭരണകാലത്ത്
ഇസ്ലാമിക ലോകം സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിച്ചു. ഇസ്ലാമിൻ്റെ ആദ്യകാല സേവകനായ മുഹാജിർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഖ്യ ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് അദ്ദേഹം കൂഫയിൽ ഒരു ചെറിയ വീട് പണിതു അവിടെ താമസമാക്കി. തനിക്ക് കിട്ടുന്ന തുക അദ്ദേഹം വീട്ടിൽ ഒരു നിശ്ചിത സ്ഥലത്ത് തുറന്നു വെക്കുമായിരുന്നു. തൻ്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്തുപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ചെയ്ത തൻ്റെ സ്നേഹിതന്മാരെയും ഓർത്ത് അദ്ദേഹം എപ്പോഴും കണ്ണീരൊഴുക്കുമായിരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ ഒന്നും കാണാൻ കഴിയാതെ യാതന മാത്രം സഹിച്ച് മൺമറഞ്ഞവരാണല്ലോ അവർ എന്ന് അദ്ദേഹം സങ്കടപ്പെടുമായിരുന്നു. മരണശയ്യയിലായിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച സ്നേഹിതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഖബ്ബാബ്, സന്തുഷ്ടനാവുക, അങ്ങയുടെ സ്നേഹിതന്മാരെ കണ്ടുമുട്ടുന്ന സുദിനം സമാഗതമായിരിക്കുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊട്ടും വിഷാദമില്ല. പക്ഷേ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആ സ്നേഹിതന്മാർ അവരുടെ പ്രതിഫലം മുഴുവൻ പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണവർ. ഈ ലോകത്തവർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. നാം എത്ര അനുഗ്രഹീതരായാണ് ഇന്ന് ജീവിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പക്കലുള്ളത് മുഴുവനും അതാ കിടക്കുന്നു. ഞാൻ ആർക്കും അത് തടഞ്ഞിട്ടില്ല. ഒരു നൂല് കൊണ്ടുപോലും അത് കെട്ടി മുറുക്കിയിട്ടുമില്ല. തനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഫൻ തുണി നോക്കി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇത് എൻ്റെ കഫൻ തുണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ മരണമടഞ്ഞ നേരത്ത് അദ്ദേഹത്തെ പൊതിയാൻ മതിയായ വസ്ത്രം ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പുതപ്പ് മാത്രമാണ് കിട്ടിയത്. തല മറച്ചാൽ കാലും, കാല് മറച്ചാൽ തലയും പുറത്താകുമായിരുന്നു. ഹിജ്റ 37-ാം വർഷത്തിലാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നിര്യാതനായത്. സിഫീൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അലി റളിയല്ലാഹു അൻഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഖബ്ബാബിന് അല്ലാഹു കരുണ ചെയ്യട്ടെ. അത്യാർത്ഥിയോട് അദ്ദേഹം ഇസ്ലാമായി അനുസരണത്തോടു കൂടി ഹിജ്റ പോയി മുജാഹിദായി ജീവിക്കുകയും ചെയ്തു. അള്ളാഹു മഹാനോടൊപ്പം നാം ഏവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.